ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ 3 പാർട്ട് വീഡിയോ ക്ലാസ്സുകളിലായി എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട് വിത്തൗട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന സെക്ഷൻ എ ആണ് നമ്മൾ കവർ ചെയ്തത്. ഇനി പാർട്ട് 4 അഥവാ ഈ ക്ലാസ് മുതൽ റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലും കുറച്ച് കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻ അഥവാ അഡ്ജസ്റ്റ്മെൻറ്റുകളോടുകൂടെ എങ്ങനെ ചെയ്യാം എന്ന ഒരു ഏരിയയിലേക്ക് കിടക്കാം. അതിനാവശ്യമായി നമുക്ക് ഏതാണ്ട് 11ഓളം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആദ്യം 1 by 1 ആയി ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, പലരും കേട്ട പോലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ, മൂന്നാമതായി ട്രീറ്റ്മെൻറ്റ് ഓഫ് നോർമൽ എക്സ്പെൻസസ്, ദെൻ 4ാമത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡൊണേഷൻ ആൻഡ് ലെഗസി, 5th one ട്രീറ്റ്മെൻറ്റ് ഓഫ് സെയിൽ ഓഫ് ഓൾ ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽ, 6th one ട്രീറ്റ്മെൻറ്റ് ഓഫ് എൻട്രൻസ് ഫീ ഓർ അഡ്മിഷൻ ഫീ, 7th one ട്രീറ്റ്മെൻറ്റ് ഓഫ് സെയിൽ ഓഫ് ഓൾഡ് ഫിക്സഡ് അസറ്റ്, 8th one ട്രീറ്റ്മെൻറ്റ് ഓഫ് എയ്ഡ് ഓർ ഗ്രാൻഡ് റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, 9th one ട്രീറ്റ്മെൻറ്റ് ഓഫ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, 10th one ട്രീറ്റ്മെൻറ്റ് ഓഫ് ബുക്സ്, 11th one ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ട്രേഡിംഗ് ആക്ടിവിറ്റി. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഐറ്റം മുതൽ നോക്കാം. ഫസ്റ്റ് ഐറ്റം ട്രീറ്റ്മെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷനാണ്. ഓക്കെ, എന്താണ് സബ്സ്ക്രിപ്ഷൻ? നമുക്കറിയാം, നമ്മുടെ വരിസംഖ്യ എന്നുള്ളൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ മാസാമാസമൊക്കെ പിരിക്കാൻ വരുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ അവരുടെ മെയിൻ സോഴ്സസ് ഓഫ് ഇൻകമാണ് ക്ലബ്ബുകൾ, അതുപോലെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ മെമ്പേഴ്സ് ഒരു നിശ്ചിത തുക, അത് മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ വർഷത്തിലോ ഒക്കെ റെക്കർ ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു എമൗണ്ടാണ് സബ്സ്ക്രിപ്ഷൻ, വരിസംഖ്യ. ഈ സബ്സ്ക്രിപ്ഷൻ ഒരേ സമയം ക്യാഷിൻ്റെ റിസീപ്റ്റുമാണ്, ഒപ്പം തന്നെ ഇതെന്താണ്, ഒരു ഇൻകമാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്, സബ്സ്ക്രിപ്ഷൻ എന്താണ്, റിസീപ്റ്റാണ്, അതുപോലെ ഇൻകമാണ്. ഇനി ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. റിസീപ്റ്റ് ആണെങ്കിൽ റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റിസിപ്റ്റ് സൈഡിലും, അതുപോലെ ഇൻകം ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിലുമാണ് അത് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ കുറച്ച് തിയറി പാർട്സ് നോക്കാം. മീനിങ്: ഇറ്റ് ഈസ് എ റെഗുലർ ഇൻകം ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺ. റെഗുലർ ഇൻകം കളക്റ്റഡ് പീരിയോഡിക്കലി, മേ ബി വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞാണ് ഡെബിറ്റഡ് ഇൻ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡ് ഏതാണ്, റിസിപ്റ്റ്സ്. പേയ്മെൻറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് ഏതാണ്, പേയ്മെൻറ്റ് ആണ്. അപ്പോൾ എവിടെ എഴുതേണ്ടത്, ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ റിസിപ്റ്റ് സൈഡിൽ എഴുതണം. അതുപോലെ തന്നെ ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചറും, ക്രെഡിറ്റ് സൈഡാണ് ഇൻകം. അപ്പോൾ ഇതെവിടെ എഴുതേണ്ടത്, സബ്സ്ക്രിപ്ഷൻ ഇൻകം സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, നമുക്ക് ജസ്റ്റ് റിസിപ്റ്റ് സൈഡ് സബ്സ്ക്രിപ്ഷൻ എഴുതി. ഓക്കെ, ആ സെയിം എമൗണ്ട് തന്നെയാണ് എവിടെയും വരിക. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റിസിപ്റ്റ് സൈഡിലും വരും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിലും വരും. ഇനി റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് നമ്മൾ മുൻപ് തിയറി പോർഷൻസ് പറയുമ്പോൾ പറഞ്ഞിരുന്നു, ക്യാഷ് ബേസിസ് ആണ്. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഫോളോ ചെയ്യുന്നത് ഏതാണ്, അക്രൂവൽ ബേസിസ് ആണ്. അപ്പോൾ എന്താണ് ക്യാഷ് ബേസിസ്, എന്താണ് അക്രൂവൽ ബേസിസ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചർച്ച. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാഷ് ബേസിസ്, അതുപോലെ എന്താണ് അക്രൂവൽ ബേസിസ് നോക്കാം. ഓക്കെ, ഇവിടെ 2 ജേണൽ എൻട്രി കാണിക്കുന്നുണ്ട്. ഒന്ന് സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്, മറ്റൊന്ന് സാലറി അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് നമുക്ക് വളരെ പരിചിതമായ ഒരു എൻട്രിയാണ്, സാലറി കൊടുക്കുമ്പോഴുള്ള എൻട്രി. സാലറി അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറിയും നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവാം. നോക്കാം. ഒരു ബിസിനസ് സ്ഥാപനം ജാനുവരിയിലെ സാലറി നോർമലി ഫെബ്രുവരിയിലാവും കൊടുക്കുന്നുണ്ടാവുക, അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജാനുവരിയിൽ ഫെബ്രുവരി മാർച്ചിൽ അങ്ങനെ പോകും. അപ്പോൾ ജാനുവരിയിലെ സാലറി ഇപ്പോൾ 2018 ജാനുവരി ആണെന്ന് വിചാരിക്കുക.
അതിൻ്റെ സാലറി കൊടുക്കുന്നത് 2018 തന്നെ ഫെബ്രുവരിയിലാണ്. 18 തന്നെ ഫെബ്രുവരിയിലാണ്. എൻട്രി എന്താ? സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. അങ്ങനെ എഴുതി വന്ന് ലാസ്റ്റ് ഡിസംബറിൽ എത്തുമ്പോഴേക്കും നമ്മൾ 2018 ഡിസംബറിൽ ഫസ്റ്റിൽ നമ്മൾ സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എൻട്രി എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അത് ഏത് വർഷത്തെയാണ് അല്ലെങ്കിൽ ഏത് മാസത്തെയാണ്? അത് നവംബറിലാണ്. അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് വരുന്നത് 2018 ഡിസംബറിലെ സാലറി കൊടുക്കുന്നത് 2019 ജാനുവരിയിലാവും. അപ്പോൾ നമുക്ക് 2018 സാലറി 2018 തന്നെ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അക്രൂവൽ കൺസെപ്റ്റ്. അപ്പോൾ അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ 2018 സാലറി എന്ന് തന്നെ അക്കൗണ്ട് ചെയ്യണം, 2018 തന്നെ എന്ത് ചെയ്യണം? അക്കൗണ്ട് ചെയ്യണം. പക്ഷേ 2018 നമുക്ക് സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നൊരു എൻട്രി എഴുതാൻ പറ്റില്ല. കാരണം സാലറി അക്കൗണ്ട് അപ്റ്റർ ഓക്കെ അത് എഴുതാം, ടു ക്യാഷ് എന്ന് എഴുതാൻ പറ്റില്ല. ക്യാഷ് എഴുതാൻ ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ അല്ല, ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ വരുന്നത് 2019 ജാനുവരിയിലാണ്. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ എൻട്രി എഴുതുന്നത്, അഥവാ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ചുരുക്കി പറഞ്ഞാൽ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന ജേണൽ എൻട്രിയുടെ ബിഹൈൻഡുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് അക്രൂവൽ കൺസെപ്റ്റ്. ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്താണ്? ഒരു ലയബിലിറ്റിയാണ്. ആ ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എഴുതുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ? നമുക്ക് നോക്കാം. സാലറി ക്യാഷ് ബേസിസ്, മറ്റേ എൻട്രി പറയുന്നത് സാലറി അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്രൂവൽ ബേസിസ് ആണ്. അക്രൂവൽ ബേസിസിൻ്റെ ഒരു നോട്ട് പറയുന്നു, എക്സ്പെൻസ് ഷുഡ് കൺസിഡർ വെദർ ഇറ്റ് ഈസ് പെയ്ഡ് ഓർ നോട്ട് ഓൺ ഡ്യൂ ബേസിസ്. അഥവാ നമുക്കറിയാം സാലറി ഒരു എക്സ്പെൻസ് ആണ്, അത് കൊടുത്താലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ കൺസേൺഡ് ആയിട്ടുള്ള ഇയറിൽ അത് കൺസിഡർ ചെയ്യണമെന്നാണ്. അതേപോലെ തന്നെയാണ് ഇൻകം. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളതും നമുക്കിനി ചർച്ച ചെയ്യേണ്ടതാണ്. അതിൻ്റെ ബിഹൈൻഡുള്ള കൺസെപ്റ്റും ഏത് തന്നെയാണ്? ഈ പർട്ടിക്കുലർ കൺസെപ്റ്റാണ്, അക്രൂവൽ കൺസെപ്റ്റാണ്. ഇൻകം ഷുഡ് കൺസിഡർ വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട് ഓൺ ഏർണിംഗ് ബേസിസ്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അക്രൂവൽ ബേസിസ് ഫോളോ ചെയ്യുന്നതാണെന്നും റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്യാഷ് ബേസ് ഫോളോ ചെയ്യുന്നതാണെന്നും പ്രത്യേകം എടുത്തു പറയാൻ കാരണം. നമുക്കൊരു കൺസെപ്റ്റ് പ്രോബ്ലം നോക്കാം. ഓക്കെ, ഒരു ക്ലബിൽ 100 മെമ്പേഴ്സ് ഉണ്ട്. ഒരാൾ 10 രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? മാസാമാസം സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വരിസംഖ്യ കൊണ്ടുവരേണ്ടത്. കേസ് 1, ഓൾ ദ മെമ്പേഴ്സ് പെയ്ഡ് ദെയർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹10 ഈച്ച്. എല്ലാ മെമ്പേഴ്സും 10 രൂപ വീതം എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തിയ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ എങ്ങനെയാവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കാം. നമ്മളൊരു റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നു. റിസിപ്റ്റിൽ ക്യാഷിൻ്റെ റിസിപ്റ്റായിട്ട് 100 മെമ്പേഴ്സ്, ഒരാൾ 10 രൂപ വെച്ച് എത്ര വരും? 1000 വരും. സിമ്പിൾ. അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻകമായിട്ടും അതേ എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും. ക്ലിയർ? നമുക്കറിയാം റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് ഏത് ബേസിസാണ്? ക്യാഷ് ബേസിസാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് ഏതാണ്? അക്രൂവൽ ബേസിസാണെന്ന് മനസ്സിലാക്കുക. ഇതേ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ കേസ് 2 നോക്കാം. ഓൺലി 80 മെമ്പേഴ്സ് പെയ്ഡ് ദെയർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹10 ഈച്ച്. 80 പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അടച്ചിട്ടുള്ളൂ. 80 പേര് എന്ന് പറയുമ്പോൾ എത്ര രൂപ കിട്ടിയിട്ടുണ്ടോ? 80 × 10 800. അപ്പോൾ എത്ര പേര് അടച്ചിട്ടില്ല? 20 പേര് അടച്ചിട്ടില്ല. ഇതിൽ റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എടുക്കുന്നത് ഏതാവും? 80 × 10 ആണ്, 800 ആണ്. കാരണം അവർ ഫോളോ ചെയ്യുന്നത് ഏതാണ്? ക്യാഷ് ബേസിസ് ആണ്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഫോളോ ചെയ്യുന്നത് അക്രൂവൽ ബേസിസ് ആയതുകൊണ്ട് 800 മാത്രം കാണിച്ചാൽ പോരാ. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. എത്ര പേരാണ് ഇനി തരാനുള്ളത്? 80 പേര് 100 തന്നാൽ ബാക്കി 20 പേരല്ലേ? 20 × 10 200 രൂപ. അങ്ങനെ 800 × 200 ആഡ് ചെയ്താലാണ് എന്ത് വരുന്നത്? 1000 വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏതാണ്? അക്രൂവൽ ബേസിസ് ആണ് എന്നതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഈ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ കാണിക്കേണ്ടത് എവിടെയാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എന്തായിട്ട് കാണിക്കും? ഒരു അസറ്റായിട്ട്. ഓക്കെ അല്ലേ? സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഇൻകമാണ്. ഇൻകം കിട്ടാനുണ്ട്. അക്രൂഡ് ഇൻകം എന്ന് നമ്മൾ +1 പഠിച്ചിട്ടുണ്ടാവും. അക്രൂഡ് ഇൻകം നമ്മുടെ എന്താണ്? ഒരു അസറ്റാണ്. അക്രൂഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മുടെ എന്താണ്? ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം മുൻകൂട്ടി കിട്ടിയത് നമ്മുടെ എന്താണ്? ലയബിലിറ്റിയാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് മുൻകൂട്ടി അടച്ചത് നമ്മുടെ എന്താണ്?
അസറ്റാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത കേസ് പറയുന്നത് ഓൺലി 40 members പെയ്ഡ് ദെയർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹10 each. 10 രൂപ വെച്ച് എത്ര ആൾ മാത്രമേ അടച്ചിട്ടുള്ളൂ? 40 പേര് മാത്രമേ അടച്ചിട്ടുള്ളൂ. എത്ര പേര് ഇനി അടക്കാനുണ്ട്? 60 പേര് അടക്കാനുണ്ട്. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഏത് ബേസാണ്? ക്യാഷ് ബേസാണ്. അപ്പോൾ ഏതെടുക്കുള്ളൂ? സിമ്പിൾ 400 എടുക്കുള്ളൂ. ഓക്കെ, അടുത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഏതാ ബേസ് പറയുന്നത്? അക്രൂവലാണ്. അതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇനി തരാനുള്ളത് എത്രയാണ്? 100ൽ 40 പേര് തന്നു എന്ന് പറയുമ്പോൾ ബാക്കി ഇനി 60 പേര് തരാനുണ്ട്. അപ്പോൾ 600 കൂടെ ആഡ് ചെയ്ത് എത്രയാണ്? 1000 ആണ്. ഓക്കെ, അക്രൂവൽ ബേസാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കണ്ടെത്താനാണ് പറയുന്നത്. ഫോർ ദ ഇയർ എൻഡഡ് തന്നിട്ട് 31 December 2017. ഓക്കെ, ഈ 20,000 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എവിടെ എഴുതേണ്ടതാണ്? റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റിസിപ്റ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. ഓക്കെ, അടുത്തത് ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെ പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ആയിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഒരു അസറ്റാണത്. 31 December 2017 ആണ്. ഈ ഡേറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെയും സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അത് 1/1/2017 ആണ്. ഇത് ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്നും ഇത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്നും പറയും. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വന്നിട്ടുണ്ട്, ഡേറ്റിൽ ക്ലോസിംഗ് ആണ്. അപ്പോൾ ഇതിനെ ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നും ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നും പറയും. ഓക്കെ, ഇനി നമ്മളിത് ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ നമ്മുടെ ഇത് ചോദിച്ചുള്ളത് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അത് റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റിസിപ്റ്റ് സൈഡിൽ 20,000 എഴുതും. എന്നാൽ ഇതേ 20,000 തന്നെയല്ല ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നത്. വ്യത്യസ്തമുണ്ട്. ഓക്കെ, എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ ഇൻകം റുപ്പീസ് ബൈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 20,000 എഴുതി ഈ ഫോർമാറ്റ് അങ്ങ് ചെയ്യാം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നതാവും. ഇപ്പോൾ തൽക്കാലം ഫോർമാറ്റ് പോലെ ബൈ ഹാർട്ട് ചെയ്തിട്ട് വെക്കുക. ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 3,000 ലെസ് ഓപ്പണിംഗ് ദിസ് വൺ ആണ് ക്ലോസിംഗ്, അറിയാലോ. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനോട് എത്രയാണ്? 3,000. ദെൻ ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 2,000. ഓക്കെ, ദെൻ ആഡ് ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 5,000 ലെസ് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1,000. ഇങ്ങനെ കിട്ടിയാൽ 25,000 കിട്ടും. ഇതാണ് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ്. ഇനി ഇങ്ങനെ ഒരു എളുപ്പത്തിൽ മാത്രം പഠിച്ചു വെച്ച കാര്യമില്ല, നമുക്ക് എന്തുകൂടെ അറിയണം? ഇതിൻ്റെ ലോജിക്ക് കൂടെ അറിയണം. ഓക്കെ, നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ നമ്പർ 8 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആഡ് ലെസ് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല, വെറുതെ ബൈ ഹാർട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിൻ്റെ ലോജിക്ക് അറിയണ്ടേ? ലോജിക്ക് ഇങ്ങനെയാണ്. ആസ് പെർ ദ അക്രൂവൽ കൺസെപ്റ്റ് ദ ഇൻകം ഓഫ് എ പെർട്ടിക്കുലർ ഇയർ ഷുഡ് ബി അക്കൗണ്ടഡ് ഇൻ ദി സെയിം ഇയർ. അഥവാ ആ വർഷത്തെ ഇൻകം ആണെങ്കിൽ, ആ വർഷത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ആണെങ്കിൽ ആ വർഷം തന്നെ അതെന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട്, അത് കിട്ടിയോ ഇല്ലയോ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആ വർഷത്തെയാണോ എന്നാണ് നാം നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 20,000 ഉണ്ട്, അതിൻ്റെ കൂടെ ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 3,000 ആഡ് ചെയ്തിട്ടുണ്ട്. സർ, എന്തുകൊണ്ടാണ് അത് ആഡ് ചെയ്തത്? അതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഒരു എക്സ്പ്ലനേഷൻ, ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാം. സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ടു കറണ്ട് ഇയർ, സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ടു കറണ്ട് ഇയർ, കറണ്ട് ഇയർ റിലേറ്റഡ് ആണ്, ബട്ട് ടു ബി റിസീവ്ഡ് ഇൻ നെക്സ്റ്റ് ഇയർ. പക്ഷെ അത് കിട്ടുന്നത് എന്നാ? നെക്സ്റ്റ് ഇയറിലാണ്. ഏത് ഇയർ റിലേറ്റഡ് ആണ്? കറണ്ട് ഇയർ ആണ്. പക്ഷെ കിട്ടുന്നതെന്നാ? നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, കറണ്ട് ഇയറിലെ അല്ലേ, അപ്പോൾ കറണ്ട് ഇയറിൽ അത് കൺസിഡർ ചെയ്യണ്ടേ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ? അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിൻ്റെ കൂടെ അത് എന്ത് ചെയ്തത്? ആഡ് ചെയ്തത്. അടുത്തത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്? ലെസ് ചെയ്തതാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞത് അത് റിലേറ്റഡ് ടു ഏതാണ്? പ്രീവിയസ് ഇയർ ആണ്, ബട്ട് റിസീവ്ഡ് ഇൻ കറണ്ട് ഇയർ ആണ്. കറണ്ട് ഇയറിലാണ് ആ സബ്സ്ക്രിപ്ഷൻ, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയതെന്നാണ്? കറണ്ട് ഇയറിലാണ്. കറണ്ട് ഇയറിൽ കിട്ടി എന്നതുകൊണ്ട് കറണ്ട് ഇയറിൽ അത് അക്കൗണ്ട് ചെയ്യോ? ഇല്ല.
അതെന്ന് അക്കൗണ്ട് ചെയ്യുള്ളൂ? പ്രീവിയസ് ഇയറിലെ അക്കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറണ്ട് ഇയറിലെ ഈ 20,000 സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഈ 2,000 കഴിഞ്ഞ കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെസ് ചെയ്യുന്നത്. നിങ്ങളൊരു പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ കറണ്ട് ഇയർ ബട്ട് റിലേറ്റഡ് ടു പ്രീവിയസ് ഇയർ. കറണ്ട് ഇയറിലാണ് ആ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തത് എന്നുണ്ടെങ്കിലും അത് ഏതു വർഷവുമായി ബന്ധപ്പെട്ടതാ? പ്രീവിയസ് ഇയറിലാണ്. അടുത്ത പോയിന്റ്, ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ പ്രീവിയസ് ഇയർ, കഴിഞ്ഞ കൊല്ലമാണ് നമുക്ക് ഇക്കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയുള്ളത്. അത് ഏത് കൊല്ലത്തെയാണ്? റിലേറ്റഡ് ടു കറണ്ട് ഇയർ ആണ്. പക്ഷെ കിട്ടിയതെന്നാണ്? കഴിഞ്ഞ കൊല്ലമാണ്. നമ്മൾ റിലേറ്റഡ് എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ കറണ്ട് ഇയർ റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആഡ് ചെയ്തത്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് ലെസ് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1,000 ആണ്. ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തെ എമൗണ്ട് ഇക്കൊല്ലം കിട്ടിയതാണ്. അതാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ കറണ്ട് ഇയർ. കറണ്ട് ഇയറിലാണ് കിട്ടിയത്, ബട്ട് റിലേറ്റഡ് ടു നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തെ എമൗണ്ട് ഇക്കൊല്ലം കിട്ടി എന്നതുകൊണ്ട് ഇക്കൊല്ലം അത് കൺസിഡർ ചെയ്യാൻ പാടോ? ഇല്ല. അത് നെക്സ്റ്റ് ഇയറിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രത്യേകം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എഴുതി വെക്കുക. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതാണ് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ 25,000 ആണ് നമ്മൾ എവിടെ എഴുതാൻ പോകുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ പോകുന്നത്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 വേസ് ആണുള്ളത്. ബൈ സ്റ്റേറ്റ്മെൻറ്റും ബൈ അക്കൗണ്ടുമാണ്. ബൈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നു. ബൈ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കൺക്ലൂഷൻ നോട്ടാണ് താഴെ കൊടുക്കുന്നത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് റിസീപ്റ്റാണ്. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതണം. ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, അത് കറണ്ട് അസറ്റാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അസറ്റ് സൈഡിൽ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനും കറണ്ട് അസറ്റ് തന്നെയാണ്, പക്ഷേ കാണിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ്. ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താണ്? ഒരു കറണ്ട് ലയബിലിറ്റി ആണ്. അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം, കാരണം ഓപ്പണിംഗ് ആയതുകൊണ്ട്. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസും കറണ്ട് ലയബിലിറ്റി തന്നെയാണ്, പക്ഷേ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ലാസ്റ്റ് കിട്ടുന്ന ആ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആഡും ലെസ്സൊക്കെ ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസറാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ കാണിച്ച ഈ റിസീപ്റ്റ്സ് അതിൽ നിന്നും പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്താണ് എവിടേക്ക് എത്തിയത്? ഇൻകത്തിലേക്ക് എത്തിയത്. കാരണം അക്രൂവൽ കൺസെപ്റ്റാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാഷ് ബേസിസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഒരു അക്കൗണ്ടിൻ്റെ രൂപത്തിലാണെങ്കിൽ എങ്ങനെയാവും നമുക്ക് നോക്കാം. ബൈ അക്കൗണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കെല്ലാവർക്കും ഏറെക്കുറെ ആളുകൾക്ക് അറിയുന്നൊരു കാര്യമാണ് ഒരു അക്കൗണ്ട് എങ്ങനെ വരയ്ക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻകം അക്കൗണ്ടാണ്. ഓക്കെ, പക്ഷേ ഇവിടെ തന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഡെബിറ്റും ക്രെഡിറ്റൊക്കെ ഇവിടെ എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇവിടെ മിസ്സായതാണ്. ടു ബാലൻസ് ബ്രോഡ് ആണ് അവിടെ എഴുതുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നിങ്ങൾക്കറിയാം ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റുകളുടെ ബാലൻസ് എപ്പോഴും നമ്മൾ ടു ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞാണ് എഴുതാറ്. ഓക്കെ, ബൈ ബാലൻസ് ക്യാരി ഡൗൺ അല്ല, ഇവിടെ ബ്രോഡ് ഓൺ ആണ്, തെറ്റിപ്പോയതാണ്. നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഓപ്പണിംഗ് അഡ്വാൻസ്. ഓക്കെ, എത്രയാണെങ്കിൽ അത്ര, അഥവാ ഓപ്പണിംഗ് അഡ്വാൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ ഇവിടെയാവും എന്ത് വരുന്നുണ്ടാവുക? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് വരാം. ഇവിടെയാണ് ഓപ്പണിംഗ് അഡ്വാൻസ് എന്നുണ്ടെങ്കിൽ ഇവിടെയാവും എന്ത് വരിക? ക്ലോസിംഗ് അഡ്വാൻസ് വരാം. ഓക്കെ, ഇനി അടുത്തത് ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത് ഇവിടെ എഴുതും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എഴുതും, ക്ലോസിംഗ് അഡ്വാൻസ് എഴുതും. ഇത്രയും എഴുതി നമ്മൾ എന്ത് ചെയ്യും? ഇത് ബാലൻസ് ചെയ്ത് നമ്മൾ ബാലൻസിങ് ആയി നമുക്ക് കിട്ടുന്ന ഫിഗറാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? ബാലൻസിങ് ഫിഗറായിട്ട് എവിടെ എഴുതുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷനായിട്ട് എഴുതുന്നു. ഓക്കെ, ക്ലിയർ? ഫോർമാറ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ ഒന്നുകൂടെ പറയാം. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റിയുടെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എഴുതുന്നത്? ടു ബാലൻസ് ബ്രോഡ് ഓൺ. ഡെബിറ്റ് ബാലൻസ് ആവുമല്ലോ അസറ്റിന്. ഓക്കെ, ക്ലോസ് ചെയ്യുമ്പോൾ എവിടെ എഴുതും? ഇവിടെയും. ലയബിലിറ്റി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറില്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്നല്ല എഴുതാറ്. ഓക്കെ, യെസ്. അതിൻ്റെ ക്ലോസിങ് എങ്ങനെ വരും? ടു ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് വരും. അത് മനസ്സിലാക്കിയാൽ മതി. ബൈ ക്യാഷ് എന്നുള്ളതിൻ്റെ ലോജിക്ക് എന്താ?
സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് അപ് ടു സബ്സ്ക്രിപ്ഷൻ, ദാറ്റ്സ് ഓൾ. പിന്നെ ഇതിലുള്ള ബാലൻസ് എമൗണ്ടാണ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ എമൗണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡ്യൂറിംഗ് ദി ഇയർ എൻഡഡ് 31st December 2017 ബൈ പ്രിപ്പയറിംഗ് ആൻ അക്കൗണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഉണ്ട് 20,000. ഓക്കെ, ഇതേതാണ്? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഇതേതാ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഇതേതാ? റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഏതാ? ക്ലോസിംഗ് ആണ്. ഇതേതാ? ഓപ്പണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നും അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടിടുന്ന ആദ്യം ടു ബാലൻസ് പ്രോഡക്റ്റ്. ഏതാ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ഇതിലേതാ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ? ദേ 2000. 2000 എഴുതുന്നു. അടുത്തേതാ? ബൈ ബാലൻസ്. ക്യാരിഡ് ഓൺ അല്ല, ഇവിടെ പിന്നിൽ തെറ്റിൻ്റെ ബ്രോഡർ ആണ്, നിങ്ങൾ കറക്റ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഓപ്പണിംഗ് അഡ്വാൻസ്. എവിടെ ഓപ്പണിംഗ് അഡ്വാൻസ്? ദിസ് വൺ. ഓക്കെ, എഴുതി 5000. അടുത്തായിട്ട് ഏതാണ്? ബൈ ക്യാഷ്. എത്രയാണ് ക്യാഷ് കിട്ടിയുള്ളത്? ദേ 20,000. അപ്പോൾ അത് എഴുതി. അടുത്ത ഐറ്റം പറയുന്നത് ഏതാ? ബൈ ബാലൻസ് ക്യാരിഡ്. ഏതാ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ദേ 3000. ദാറ്റ്സ് അപ്പോൾ അത് എഴുതി. അടുത്തേതാ? ക്ലോസിംഗ് അഡ്വാൻസ്. ക്ലോസിംഗ് അഡ്വാൻസ് ഡേറ്റ് നോക്കിയാൽ മതി. ഏതാ? ദേ 1000. അത് എഴുതി. ഇത്രയും എഴുതിയിട്ട് ഇത് ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എഴുതേണ്ട എമൗണ്ട്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എവിടെ എഴുതും? ഇൻകം സൈഡിൽ എഴുതും എന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10. ഫൈൻഡ് ഔട്ട് ദ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ട, ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷനാണ് പറയുന്നത്. ഇവിടെ 4 കേസാണ് പറയുന്നത്. ബൈ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കേസ് 1 to 4. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് 1 to കേസ് 1 to അഥവാ എല്ലാ ക്വസ്റ്റ്യനുകൾക്കും, എല്ലാ കേസുകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. കൂടാതെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേസ് 4 മാത്രം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. നിങ്ങളൊരു അക്കൗണ്ട് അറിയാലോ. ഓക്കെ, കേസ് 1 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 20,000 ഉള്ളൂ. വേറെ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ നമ്മളെ കേസ് 1ൻ്റെ കോളത്തിലേക്ക് നമുക്ക് പോകാം. ടേബിളിൽ 20,000. ഇവിടെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതേ എമൗണ്ട് തന്നെയാണ് എവിടെയും കാണിക്കുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും കാണിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് കേസ് 2ലേക്ക് പോകാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് പറയുന്നത് എത്രയാണ്? 21,000. അപ്പോൾ നമുക്ക് അവിടെ തന്നെ 21,000 എഴുതാം. കഴിഞ്ഞിട്ടില്ല. സബ്സ്ക്രിപ്ഷൻ അരിയർ ഡ്യൂറിങ് ദ ഇയർ. അങ്ങനെ പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ് പറയുന്നത്. ഇയർ എൻഡ് തന്നുകൊണ്ട് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് നമ്മൾ കരുതുന്നത്. നമ്മൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് വന്നാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം 2000. വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? 23,000 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി കേസ് 3ൽ പോകുമ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യും? കൂടും. കിട്ടിയത് എത്രയാണ്? ജാനുവരി മുതൽ ഡിസംബർ വരെ 2017 കിട്ടിയത് എത്രയാണ്? 25,000. അത് നമ്മളിവിടെ കൊണ്ടുപോയിട്ട് എഴുതി. ഇറ്റ് ഇൻക്ലൂഡ് ഈ 25,000-നുള്ളിൽ ഇൻക്ലൂഡഡ് പ്രീവിയസ് ഇയറിലെ എമൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5000 ഏതാണ്? പ്രീവിയസ് ഇയറിലെന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ്. ഇനി 6000 ഡ്യൂറിങ് ദ കറണ്ട് ഇയർ ഈസ് റിസീവബിൾ. ഇനിയും 6000 കിട്ടാനുണ്ട്. അതേതാണ്? ക്ലോസിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ക്ലോസിങ്ങിലെ 6,000 എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഓപ്പണിങ്ങിലെ 5,000 എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ 26,000 ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട്. കേസ് 4 ഒന്നുകൂടെ വലുതാണ്, ശ്രദ്ധിക്കാം. 25,000 ക്യാഷ് റിസീവ് ചെയ്തുള്ളത്. അപ്പോൾ അത് എഴുതി. അടുത്ത ഐറ്റം 5,000, 6,000 മുകളിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അതെന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്തു. കൂടാതെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻക്ലൂഡിങ് സബ്സ്ക്രിപ്ഷൻ ഫോർ 2018. ഇപ്പോൾ നമ്മളെ നിലവിലുള്ള ഇയർ ഏതാ? 2017 അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ളത് ഈ വർഷം കിട്ടിയെന്ന് പറയുമ്പോൾ അത് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. എന്താണ്? ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അത് നമ്മൾ സാധാരണ ലെസ്സാണ് ചെയ്യുക. അതേപോലെ തന്നെ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ 3,000 2017 പറയുന്നത്. അഥവാ ഓപ്പണിംഗ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഇത് മീൻ ചെയ്യുന്നത് ഏതാണ്? ഓപ്പണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡും അതുപോലെ തന്നെ 3,000 ഓപ്പണിംഗ് ഈ എമൗണ്ട് ആഡും ചെയ്യും. അതുപോലെ 4,000 എന്തും ചെയ്യും? ലെസ്സും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 25,000 കിട്ടും. ക്ലിയർ? ദാറ്റ്സ് ഓൾ. വെരി സിമ്പിളാണ്. ഓക്കെ, ട്രൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സെൽഫ് ടെസ്റ്റ് ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്ത് 8,000 തന്നിട്ടുണ്ട്. പിന്നെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ലാസ്റ്റ് ആൻസർ 8,500 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകൂടെ ചെയ്തു. ഓക്കെ, താങ്ക് യു. ഇതുവരെ നാം ചെയ്തതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം. ബാക്ക്വേർഡ് കാൽക്കുലേഷൻ എന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ്. സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആണ്.
നമുക്ക് ഇതുവരെ എമൗണ്ട് റിസീവ്ഡ് തരും, സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ്ഡ്. ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്ന് നമ്മുടെ അടുത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും? സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പക്ഷെ ഇവിടെ അതിലൊരു ചെറിയ ടിസ്റ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ട എമൗണ്ട് തരും. എന്ത് തരില്ല? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ത് ചെയ്യില്ല? തരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കാണേണ്ടി വരും? എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് കാണേണ്ടി വരും. ഇത്തരം സിറ്റുവേഷനെ പറയുന്ന പേരാണ് ബാക്ക്വേർഡ് കാൽക്കുലേഷൻ. നമുക്ക് നോക്കാം ബാക്ക്വേർഡ് കാൽക്കുലേഷൻ എന്താ. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇഫ് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ഗിവൺ. ഓക്കെ, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കൺസെപ്റ്റ് പ്രോബ്ലം നോക്കാം. തൊട്ട് മുൻപേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 20,000 ആണ്. പിന്നെ കുറേ ഐറ്റം തന്നാൽ ആഡ് ലെസ് ഒക്കെ ചെയ്ത് നമ്മൾ അവസാനം കണ്ടെത്തിയത് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് കട്ട് ചെയ്ത് പോവാം? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് കട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് കട്ട് ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തന്നിട്ടുണ്ട്, ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് കണ്ടെത്തണം എന്നാണ് പറയുന്നത്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് കണ്ടെത്തണം എന്നാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് നോക്കാം. എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 25,000 ആദ്യം എഴുതുന്നു. എന്നിട്ട് മുകളിൽ നമ്മുടെ ആസ് യൂഷ്വൽ കാൽക്കുലേഷനിൽ ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അല്ലേ, അതിവിടെ നേരെ തിരിച്ചെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അതേപോലെ തന്നെ ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനിലെ ഇവിടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പിന്നെ ആഡ് ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ, ഇവിടെ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ലെസ് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ, ഇവിടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 20,000 കിട്ടും. അഥവാ നോർമലി ചെയ്യുന്നതിൻ്റെ നേരെ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ? ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ നമ്മൾ അക്കൗണ്ടിൻ്റെ സഹായത്തോടു കൂടെയും, ഇതിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടെയാണ് ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ചെയ്തത്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിൻ്റെ സഹായത്തോടു കൂടെ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ശരി. ഇതന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊന്ന് ചെയ്ത് നോക്കാം. എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നോർമൽ നമ്മൾ എന്താ എഴുതാറ്? എമൗണ്ട് റിസീവ്ഡ് എന്നാണ് എഴുതാറ്. എന്നിട്ട് ആഡ് ലെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആണ്, കാരണം നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എൻ്റെ ലോജിക്ക് പറഞ്ഞതാണ് തൊട്ട് മുൻപേ. അതുപോലെ തന്നെ ആഡ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, ലെസ് ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ആഡ് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. നിങ്ങൾക്കറിയാം ഇത് ബാക്ക്വേർഡ് കാൽക്കുലേഷനാണ്. ശരിക്കും ഇവിടെ ആദ്യം എഴുതേണ്ടത് ഏതാണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആണ്. എന്താണെങ്കിൽ നമുക്ക് ഇത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിൽ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഇത് തന്ന് ഏത് മാത്രം തന്നില്ല? 3 lakh തന്നില്ല. അപ്പോൾ 3 lakhലേക്ക് നമ്മൾ ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ചെയ്തതാണ്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 3 lakh ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ. ഇവിടെ ലെസ് ആവും, ഇവിടെ ആഡ് ആവും, ഇവിടെ എന്താവും? ലെസ് ആവും. ലോജിക്ക് ക്ലിയർ ആവും എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പെപ്പ് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫ്രം മെമ്പേഴ്സ് ഈസ് ആൻ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിലും ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും അതെന്താണ്? ഇറ്റ്സ് ആൻ അസറ്റാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതേതാ? ഒരു ലയബിലിറ്റിയാണ്. ഡി ഈസ് ദ ആൻസർ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2009 റിലേറ്റ് ഇൻ 2010. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഏതാണുള്ളത്? 2009 നമ്മളുള്ളത്. 2010 പൈസ ഇപ്പോൾ തന്നെ കിട്ടുക എന്ന് പറയുമ്പോൾ വിൽ നോട്ട് ബി ഷോൺ ഇൻ ദി റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ 2010. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോർമാറ്റിലേക്ക് ഒന്ന് ഓർത്ത് നോക്കാം. ഇതിപ്പോൾ ഏത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണിത്. ക്ലിയർ ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ 2019 2010 എമൗണ്ട് എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഥവാ ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് നമ്മൾ നോർമലി എന്താ ചെയ്യാറ്? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ആഡോ ലെസ്സാണ് ചെയ്യാറ്? ലെസ്സാണ് ചെയ്യാറ്. ലെസ് ചെയ്യുക എന്നുള്ളതിൻ്റെ മീനിങ് എന്താ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണ്ട? കാണിക്കണ്ട എന്നല്ലേ? ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വളരെ ശരിയാണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പർ 13. The extract of receipt and payment account for the year ended നോട്ട് ചെയ്യണം. 31st December 2010 ആണ്. താഴെ തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുള്ളത് ഇത്ര എമൗണ്ടാണ്.
പക്ഷെ നമുക്ക് ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? 2010 റിസീവ് ചെയ്ത് മാത്രം എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ താഴത്ത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് എഴുതുന്നു, ബൈ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. ഇതേതാ? പെട്ടെന്ന് ഡിസംബർ എന്ന് കാണുമ്പോൾ ക്ലോസിംഗ് ഒന്ന് തെറ്റിദ്ധരിച്ച് പോകണ്ട. നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ഇതാണ്. അപ്പോൾ ഇതേതാണ്? ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് എന്ത് ചെയ്യേണ്ടതാണ്? ലെസ് ചെയ്യേണ്ടതാണ്. ഈ 12,500 എന്താണ്? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യേണ്ടതാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2009 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2010 ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് 7,500. ഷോ ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്തില്ല? ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? ഈ എടുക്കുന്ന മുതൽ 6,000. പക്ഷെ നമുക്കതിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിവിടെ എത്ര എടുക്കുന്നത്? ആ എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മളിവിടെ എടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ലെസ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ ഇവിടെ ലെസ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് റിസീവ് ചെയ്തുള്ള 2010 എന്നത്തെ 2009 4,500 ഉണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യണോ? വേണ്ട. കാരണം 2009 2010 എമൗണ്ട് 48,000, അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. 11 കൺസിഡർ ചെയ്യാൻ പറ്റില്ല. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഏതാ എടുക്കുക? ഈ 3 കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് എടുക്കുക. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആ വർഷത്തെ മാത്രം എടുക്കും, പ്ലസ് അഡ്ജസ്റ്റ്മെൻറ്റുകളും. ഓക്കെ, ആഡ് ക്ലോസിംഗ് ലെസ് ഓപ്പണിംഗ് റിസീവ്ഡ് അഡ്വാൻസ്. ഇനി ക്ലോസിംഗ് റിസീവ്ഡ് അഡ്വാൻസ് ഇല്ല ഇവിടെ, അതുകൊണ്ട് വേണ്ട. ഓക്കെ, എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എത്ര കിട്ടി? 60,500 കിട്ടി. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു PEP നോക്കാം. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. ഒരു 10 മാർക്കിനൊക്കെ അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ ചോദിക്കാൻ പാകത്തിനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഫ്രം ദ ഫോളോവിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു TMR ക്ലബ്ബ്, ഒരു ക്ലബ്ബാണ്. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡ് 31 ഡിസംബർ 2012. ഈ ബാലൻസ് ഷീറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണോ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണോ? ഇയർ എൻഡഡ് എന്ന് തന്നാൽ പിന്നെ അത് ഏതാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ഇവിടെ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കണോ? വേണ്ട. കാരണം താഴെ പറയുന്നത് ഏതാണ്? റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. ക്ലിയർ? കണ്ടില്ലേ? ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ഒക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്പർ 1. നമ്പർ 2 ഏതാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ഇനി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷൻ എപ്പോഴാണ്? ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ തന്നില്ല എന്നുണ്ടെങ്കിലാണ്. ഈ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഫണ്ട് എവിടെയും പറയുന്നില്ല. പക്ഷേ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വളരെ പെർഫെക്റ്റായിട്ട് ഫോർമാറ്റിലേക്ക് പോകാം. നോക്കാം. ഡെബിറ്റ് അക്കൗണ്ടുകൾക്ക് ഏത് അക്കൗണ്ട് ആണെങ്കിലും അവിടെ ഡെബിറ്റും ക്രെഡിറ്റും നിർബന്ധമാണ്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇതിങ്ങനെ എഴുതരുതിട്ടാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് തീരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഫോർ ദ അധ്യാപകർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2012. ആദ്യം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ നന്നായി വായിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ നമ്മൾ ഫോർമാറ്റ് വരയ്ക്കും. ഓക്കെ, എക്സ്പെൻഡിച്ചർ റുപ്പീസ്, ഇൻകം റുപ്പീസ്. ഇനി അടുത്ത ബാലൻസ് ഷീറ്റ് ശ്രദ്ധിച്ചോട്ടാ. ആസ് ഓൺ ഇവിടെ എന്താ എഴുതിയത്? ഫോർ ദ ഇയർ എൻഡഡ്. കാരണം ആ ഇയർ എൻഡിൽ എന്ത് ചെയ്യാണ്? നമുക്ക് വേണ്ടത് ഇൻകവും എക്സ്പെൻസും അല്ല, എന്താണ്? സർപ്ലസോ ഡെഫിസിറ്റോ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അതറിഞ്ഞാൽ പിന്നെ ഇതിന് വാലിഡിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഫോർ ദ ഇയർ എൻഡ്, അത് അവിടെ അവസാനിച്ചു. പക്ഷേ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഒന്നും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അല്ലേ? അപ്പോൾ 1 ജാനുവരി 2012 നമുക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യാം. ഇതേത് ബാലൻസ് ഷീറ്റാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റിന് ലാബിലിറ്റി സൈഡ് ഉണ്ട്, റുപ്പീസ് ഉണ്ട്, അതുപോലെ ഇതുണ്ട് അസറ്റ് സൈഡ് ഉണ്ട്, റുപ്പീസ് ഉണ്ട്. അടുത്തതും ഏത് തന്നെയാണ്? ബാലൻസ് ഷീറ്റ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ആസ് ഓൺ തന്നെയാണ് 31 ഡിസംബർ 2012. പ്രത്യേകം എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അസറ്റ് സൈഡ് റുപ്പീസ്, ലയബിലിറ്റി സൈഡ്. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചു വിടാം. ബാലൻസ് ബ്രോഡ് ഓൺ 7130. അപ്പോൾ ഞാൻ ആദ്യം മൊത്തം ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ഓക്കെ,
ബാലൻസ് ബ്രോഡ് ഓൺ ആണ്. ഇതെവിടെ എഴുതേണ്ടതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട്. സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ്, പക്ഷെ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഡ്യൂ, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്താണ്? ഒരു കറണ്ട് അസറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഈ 500 എവിടെ കാണിക്കണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റായിട്ട് കാണിക്കണം. ഈ 700 എവിടെ കാണിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം കറണ്ട് അസറ്റായിട്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റിയാണ്, കറണ്ട് ലയബിലിറ്റിയാണ്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും എന്തായിട്ട് കാണിക്കുക? കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. ഒപ്പം തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡും ലെസ്സൊക്കെ ചെയ്യുന്ന ഫോർമാറ്റ് നമ്മൾ പഠിച്ചതാണ്, നമുക്കിനി ചെയ്യാം. ഡൊണേഷൻ എന്താണ്? ഒരു ക്യാപിറ്റൽ റിസീപ്റ്റാണ്. അങ്ങനെ പറയാൻ കാരണം ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു എമൗണ്ടാണ് തന്നിട്ടുള്ളത്. അത്ര വലുതൊന്നല്ലെങ്കിലും ഓക്കെ. 10,000 രൂപയ്ക്ക് എന്ത് ബിൽഡിംഗ് അല്ലേ? കുറേ മുന്നാവും, എന്തോ ആട്ടെ. ഇത് എവിടെ കാണിക്കേണ്ടതാണ്? ലയബിലിറ്റി ആയതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ ഒരു വേറെ ഇതുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇതിലെ ഐറ്റംസ് ഒന്നും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ടതില്ല. കാരണം എന്താ? ഇതൊക്കെ എന്ന് മേടിച്ചുള്ളതാണ്? 31 ഡിസംബർ 2012. അതോ 1/1/2012 ശേഷം, ഈ ഡേറ്റിന് ശേഷം വന്ന ട്രാൻസാക്ഷൻ്റെ ആകെ തുകകളാണിത് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ട? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതില്ല, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഇൻകം ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ചാരിറ്റി ഷോ റിസീപ്റ്റ് എന്താണ്? ഇൻകമാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നിങ്ങൾക്കറിയാം റിസീപ്റ്റിൽ വരുന്ന ഈ ഐറ്റംസ് ഒന്നുകിൽ എന്താവും? ഇൻകം സൈഡിലേക്കാവും, അല്ലെങ്കിൽ എന്താവും? ലയബിലിറ്റി സൈഡിലേക്കാവും. അപ്പോൾ ഇവിടെ ഉള്ള റിസീപ്റ്റുകൾ എന്താവും? ഇൻകമോ അല്ലെങ്കിൽ ലയബിലിറ്റി ആവാം. അല്ലാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ തൽക്കാലം അങ്ങനെ പഠിച്ചു നോക്കാം, പിന്നെ മാറ്റാം. റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, റിഫ്രഷ്മെൻറ്റും സാലറിയും പെറ്റി എക്സ്പെൻസാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. ഫർണിച്ചർ എത്രയാണ്? 17/2000. ഈ ഡേറ്റ് ശ്രദ്ധിക്കണം. 17/2012 15,000 അപ്പോൾ നമ്മൾ ഫർണിച്ചർ കാണിക്കുമ്പോൾ അതിലൊരു ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ കണക്ഷൻ എഴുതി വെക്കാം. ഡിപ്രീസിയേഷൻ എത്രയാണ്? 10%. ഓക്കെ, അപ്പോൾ 15,000 10% എത്ര വരും? 1,500 വരും. പക്ഷെ ഇവിടെ 1,500 അല്ല വരിക. കാരണം എന്താ? 1,500 10% എന്നുള്ളത് പെറാനാണ്. നമ്മൾ 7-ാം മാസമാണ് മേടിക്കുന്നത്. 7-ാം മാസം മേടിച്ച് 12 മാസം വരെ എത്ര മാസമേ ഉള്ളൂ? 6 മാസത്തെ ഡിപ്രീസിയേഷൻ ഉള്ളൂ. അപ്പോൾ 15,000 × 10% × 6/12 അടിച്ചാൽ മതി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് എഴുതുമ്പോൾ തന്നെ ഫർണിച്ചർ കൊണ്ടുപോയിട്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചർ എഴുതുന്നു, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുന്നു. ആ ഡിപ്രീസിയേഷൻ അതേസമയം തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുന്നു. ഓക്കെ, ചാരിറ്റി ഷോ എക്സ്പെൻസ് എന്നാണ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് 3,000. എവിടെ കാണിക്കും? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് കാണിക്കും. സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറയേണ്ട, ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇനിയുള്ളത് ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും? 30,000 കാണിക്കും. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ 30,000 ആണോ കാണിക്കുക? അല്ല, 30,000 നിന്നും എത്ര ലെസ് ചെയ്യണം? 15% ലെസ് ചെയ്യണം. എത്ര വരും? 4,500 വരും. 10,000-ൻ്റെ 10% 4,500 വരും. അത് ലെസ് ചെയ്യണം. ആ 4,500 അതേസമയം തന്നെ എവിടെ കാണിക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും കാണിക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബാലൻസ് ബ്രോഡ് ഓൺ 71/30 എവിടെ കാണിക്കേണ്ടതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ. എന്ത് പറഞ്ഞിട്ടാണ്? ക്യാഷ് ഇൻ ഹാൻഡ് 7130. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം മാത്രം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ കൂടെ തന്നെ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ഡിസ്കഷനിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും ഡിസ്കഷനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് ഇനിയുള്ള വീഡിയോ ക്ലാസ് കേൾക്കാതെ തന്നെ ഇത് ചെയ്ത് റഫായി ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ കൂടെ ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ 12,870. ക്ലിയർ? നേരെ ഇൻകം സൈഡിലേക്ക് പോവാണ്. ബൈ സബ്സ്ക്രിപ്ഷൻ 12,870. ആഡ്, നമ്മുടെ ഫോർമാറ്റ് അറിയാം. ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. എഗെയിൻ ആഡ് ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് ഓരോന്ന് 1 by 1 ആയിട്ട് എഴുതാം. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഇതിലേതാ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ക്ലോസിംഗ് ഏതാ? 700. ഓപ്പണിംഗ് ഏതാ? 500. ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഏതാ? 200. ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഏതാ? 350. ഓക്കെ, എന്നിട്ട് അത് എന്ത് ചെയ്യുക? വളരെ മനോഹരമായിട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്താൽ എഴുതാൻ പറ്റും. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന ആൻസർ ചെക്ക് ചെയ്യുക. 12,920 ആയിരിക്കും നിങ്ങളുടെ ആൻസർ വരാം. ഓക്കെ, ഇതിൻ്റെ കഴിഞ്ഞില്ല. ഇതിൽ ക്ലോസിംഗ് ഉള്ള ഐറ്റംസ് എവിടെ കൊണ്ട് എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതണം. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ്, രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പക്ഷേ പ്രത്യേകത എന്താണ്? ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്കാണ്, ഒന്ന് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്കാണ്.
അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഐറ്റം 700 ഉള്ളത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, അസറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതുന്നു, 700 എഴുതുന്നു. അതേപോലെ തന്നെ ഇവിടെയും ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എത്ര എഴുതുന്നു, 500 എഴുതുന്നു. ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താണ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. എത്രയാണ്, 200 ആണ് ഓപ്പണിങ്ങിൽ. ക്ലോസിങ്ങിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നിങ്ങൾ കംപ്ലീറ്റ്ലി എഴുതാൻ ശ്രമിക്കുക. ഷോർട്ടായിട്ട് എഴുതുന്ന നോക്കുക, നിങ്ങളുടെ മാർക്കിന് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അപ്പോൾ വളരെ വൃത്തിയിൽ തന്നെ എന്ത് ചെയ്യുക, എഴുതാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ഐറ്റം ഇനി നമുക്ക് വളരെ പെട്ടെന്ന് പോകട്ടാം. അടുത്ത ഐറ്റം സബ്സ്ക്രിപ്ഷൻ ഡൊണേഷനാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 10000 രൂപ ഡൊണേഷനാണ്. ഒന്നും നോക്കണ്ട, അത് ലാബിലിറ്റി എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടിട്ട് എഴുതുന്ന ബാലൻസ് ഷീറ്റിൽ, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന ഡൊണേഷൻ നിങ്ങൾ പ്രത്യേകം എഴുതിയേക്കുക. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. എത്ര എമൗണ്ട് പറയുന്നത്, 10000. അടുത്ത ഐറ്റം പറയുന്നത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ചാരിറ്റി ഷോ റിസിപ്റ്റ്. ഇത് രണ്ടും എന്താണ്, ഇൻകമാണ്. അപ്പോൾ ഇൻകം സൈഡിൽ ബൈ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ എത്രയാണ്, 1200 ബൈ ചാരിറ്റി ഷോ റിസിപ്റ്റ്സ് 2200. ഇനി അടുത്ത റിഫ്രഷ്മെൻറ്റ്, സാലറി, പെറ്റി എക്സ്പെൻസ്. ഇത് മൂന്ന് എന്താണ്, എക്സ്പെൻസുകളാണ്. അപ്പോൾ ഇപ്പം തന്നെ എഴുതാം, ടു റിഫ്രഷ്മെൻറ്റ്, ടു സാലറി, ടു പെറ്റി എക്സ്പെൻസ്. എമൗണ്ട് എത്രയാണ്, 5400, ദെൻ 9000, ദെൻ 4000. ഓക്കെ, അടുത്ത ഐറ്റം പറയുന്നത് ഫർണിച്ചറാണ്. എന്ത്, 15000 ആണ് ഫർണിച്ചർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫർണിച്ചർ എവിടെയാണ്, മുൻപേ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചർ ഉണ്ടോ ഈ ഡേറ്റിൽ, ഇല്ല. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എഴുതാണ് ഫർണിച്ചർ. എമൗണ്ട് എത്ര എഴുതുന്നു, ഫർണിച്ചർ 15000, 15000 ലെസ് ഡിപ്രീസിയേഷൻ ഉണ്ട്. നമ്മൾ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആരോ ഇട്ടിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 10%. ഓക്കെ, കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 15000ൻ്റെ 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 6/12 അടിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര വരും, 750. ഓക്കെ, 750 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 14250. നിങ്ങൾ പ്രത്യേകം മറക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ത്, ഡിപ്രീസിയേഷൻ എന്നുള്ളത് എക്സ്പെൻസ് ആണ്. അപ്പോൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ടു ഡിപ്രീസിയേഷൻ ഓൺ ഏതിൻ്റെയാ, ഫർണിച്ചർ ആയതുകൊണ്ട് പ്രത്യേകം എഴുതണം. എത്രയാ, 750. ഓക്കെ, ക്ലിയർ. അടുത്ത ഐറ്റം വരുന്നതാണ് ചാരിറ്റി ഷോ എക്സ്പെൻസ് ആണ്. അപ്പോൾ അതൊരു എക്സ്പെൻസ് ആണ്. അവിടെ തന്നെ ടു ചാരിറ്റി ഷോ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം, 2000 എഴുതണം. ഓക്കെ, അടുത്ത ഐറ്റം വരുന്നതാണ് ബാലൻസ് ക്യാരിഡ് ഓൺ. അതായത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് എഴുതേണ്ട എമൗണ്ടാണ്. ദിസ് എമൗണ്ട് എത്രയാണ്, 3000. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഓരോരോ ഐറ്റം മാത്രം ഏതാണ്, ബിൽഡിംഗ് എത്ര ഉള്ളത്, 30,000 ആണ്. ബിൽഡിംഗ് ഓപ്പണിങ്ങിലും ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ബിൽഡിംഗ് എത്ര എഴുതണം, 30,000 എഴുതണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും ബിൽഡിംഗ് എഴുതണം, 30,000 ആണ്. ഇന്നർ കോളത്തിൽ എഴുതാവൂ, ബിക്കോസ് ദർ ഈസ് എ ഡിപ്രീസിയേഷൻ. എത്രയാണ് ഡിപ്രീസിയേഷൻ പറയുന്നത്, 15% ആണ്. 15% എന്ന് പറയുമ്പോൾ 4500 വരും. അത് ലെസ് ചെയ്താലുള്ള എമൗണ്ടാണ് 25,500. അപ്പോൾ തന്നെ മറക്കാതെ ഡിപ്രീസിയേഷൻ കൊണ്ടുപോയിട്ട് എവിടെ എഴുതണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ഓൺ ഏതാ, ബിൽഡിംഗ് ഫർണിച്ചർ എഴുതിയ പോലെ തന്നെ 4500 എഴുതണം. ഓക്കെ, ഇനി ഒരൈറ്റം പോലും നമ്മൾ എടുക്കാനില്ല. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒരുമിച്ച് വരച്ച് ചെയ്യുന്ന ഈ സിസ്റ്റം, ഇത് നിങ്ങൾക്ക് കൂടുതൽ ആക്യുറസി വരുത്തും. ചിലപ്പോൾ നിങ്ങൾ മുൻകാലങ്ങളിൽ പഠിക്കുമ്പോൾ ഈ പലതരത്തിലുള്ള മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് കംഫർട്ടാണെങ്കിൽ ഫോളോ ചെയ്യുക. പക്ഷേ ഇത് വളരെ ഇഫക്റ്റീവായി പല ആളുകളും പറയാറുള്ള ഒരു മെത്തേഡാണ്. ഇതിലേക്ക് മാറാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തെങ്കിലും ഇതാവും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഭാവിയിൽ കൂടുതലും ഉപകരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ മാറ്റി വെച്ച് എന്ത് ചെയ്യാം, നമ്മുടെ കാൽക്കുലേറ്റർ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എക്സ്പെൻഡിച്ചറാണ് കൂടുതൽ. നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടോ, 5400 പ്ലസ് 9000 പ്ലസ് 4000 പ്ലസ് 750 പ്ലസ് 2000 പ്ലസ് 4500. അങ്ങനെ എത്ര വരുന്നുണ്ട്, 25,650 ആണ് നമുക്ക് വരുന്നത് ടോട്ടൽ.
25,650 മൈനസ് 2,200 1,200 12,920 എത്ര വരും? 9,330 വരും. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഡെഫിസിറ്റ്. എന്ത് വിളിക്കും? ഡെഫിസിറ്റ്. പ്രത്യേകം എഴുതണം, ഇതൊരു ബാലൻസിങ് ഫിഗറാണ്, ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഡെഫിസിറ്റ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി അടുത്തത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് 30,000 പ്ലസ് 500 പ്ലസ് 7,130 എത്ര വരുന്നുണ്ട്? 37,630 വരുന്നുണ്ട്. മൈനസ് 200 അടിച്ചാൽ എത്ര വരും? 37,430. ഇതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഇവിടുത്തെ ബാലൻസിങ് ഫിഗറാണ്. ഓക്കെ, നമുക്കതും എന്ത് ചെയ്യാം? ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അടുത്ത ഐറ്റം, ഈ സാധനം നമ്മൾ ഇവിടെ കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുപോകണം. ക്യാപിറ്റൽ ഫണ്ട് എമൗണ്ട് 37,430 പ്ലസ് നമ്മുടെ ഈ ഡെഫിസിറ്റ് ഉണ്ടല്ലോ, സർപ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാമല്ലോ, ചെറിയ ക്ലാസ്സിൽ നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്യണം. നെറ്റ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതുപോലെ ഡെഫിസിറ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സർപ്ലസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ആഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള നിർവാഹമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് കാൽക്കുലേറ്ററിൽ ഓൾറെഡി ഉണ്ട്, ലെസ് ചെയ്താൽ മതി. 9,330 എത്ര വരുന്നുണ്ട്? 28,100 വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇതുള്ള കാരണം നമ്മൾ ഏത് തന്നെ ലയബിലിറ്റി സൈഡ് തന്നെ ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. 15,000 പ്ലസ് 350 എത്ര വരുന്നത്? 43,450. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ മനസ്സിൽ? അയ്യോ ടാലി ആവോ 25,500. വാവ്, എത്ര വന്ന്? 43,450. ബാലൻസ് ഷീറ്റ് ടാലി ആവുന്ന ആ ക്ലോസിങ് ബാലൻസ് ഷീറ്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് സംതിങ് ഡിഫറെൻ്റ് ആണ്. അതെങ്ങാനും ടാലി ആയി പിന്നെ പറയണ്ട അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായി തന്നെ, വളരെ ചിട്ടയോടുകൂടെ തന്നെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഇതോടുകൂടെ നമ്മുടെ പാർട്ട് 4 തീരുകയാണ്. ഓക്കെ, ശരി. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അങ്ങനെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന വളരെ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ടോപ്പിക്കും ഈ വീഡിയോ അതുപോലെ പാർട്ട് 4 കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുകയാണ്? കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു 11ഓളം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി ബാക്കിയുള്ള 10ഓളം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും? പഠിക്കും. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ഒരു വലിയ ടൈപ്പ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാൻ പ്രയാസമാണ്. അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ബാക്ക്വേർഡ് കാൽക്കുലേഷനും സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടുകളും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനും ഒക്കെ മനസ്സിലാക്കി വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ചിലപ്പോൾ എക്സാമിനൊക്കെ 3, 2, 4 മാർക്കിന് സബ്സ്ക്രിപ്ഷൻ മാത്രം പറഞ്ഞ് ചോദിക്കാറുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്തു. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പാർട്ട് നിർത്തുന്നു.